റമദാൻ, ഹൃദയം കരയുന്ന, ആത്മാവൂണരുന്ന ഒരു വിളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കായി കാത്തിരിക്കും. ഒരു സന്തോഷത്തിനായി, ഒരു വിജയത്തിനായി, ഒരു നല്ല ദിവസത്തിനായി. പക്ഷേ ഒരു വിശ്വാസിയുടെ ഹൃദയം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സമയം റമദാനാണ്. റമദാൻ വെറുമൊരു മാസമല്ല, ഇത് അല്ലാഹു നമ്മെ വിളിക്കുന്ന സമയമാണ്. എന്റെ ദാസ, എന്നിലേക്ക് മടങ്ങിവാ. ഈ മാസത്തിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ കരുണ ഭൂമിയിലേക്കിറങ്ങിവരുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ദൈവഭക്തരാകേണ്ടതിന് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. നോമ്പ് വെറും ഭക്ഷണം ഒഴിവാക്കലല്ല, ഇത് നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണമാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഉണർച്ചയാണ്. വിശപ്പിന്റെ വേദന നമ്മൾ അനുഭവിക്കുമ്പോൾ വിശപ്പോടെ കഴിയുന്ന ആ ദരിദ്രരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയം മാറിത്തുടങ്ങുന്നു. നമ്മുടെ പ്രിയ നബി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ കണ്ണുനിറച്ചു പ്രാർത്ഥിച്ചിരുന്നു. കാരണം അദ്ദേഹം അറിയുമായിരുന്നു, ഇത് ക്ഷമയുടെ മാസമാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത എത്ര പാപങ്ങളുണ്ടാകും. അല്ലാഹു കണ്ട പാപങ്ങൾ, ആരും കാണാത്ത പാപങ്ങൾ. പക്ഷേ ഈ റമദാനിൽ അല്ലാഹു നമ്മോട് പറയുന്നു, എന്നോട് ചോദിക്കൂ, ഞാൻ ക്ഷമിക്കും. റമദാനിലെ ഏറ്റവും മഹത്തായ രാത്രി ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളേക്കാൾ രാത്രി, ഒരു ദുആ, ഒരു കണ്ണുനീർ നമ്മുടെ ജീവിതം തന്നെ മാറ്റാം. ചിന്തിച്ചു നോക്കൂ, ഇത് നമ്മുടെ അവസാന റമദാനാണെങ്കിൽ അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാകുമെന്ന് ആർക്കാണ് ഉറപ്പ്? അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ മാറ്റത്തിനായി ഉപയോഗിക്കണം. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അല്ലാഹുവിനോട് പറയണം, അല്ലാഹുവേ, എന്നെ ക്ഷമിക്കണമേ. കാരണം അല്ലാഹു കാത്തിരിക്കുന്നു. നമ്മുടെ ഒരു ദുആക്കായി ഈ റമദാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കട്ടെ, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയട്ടെ, നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ. അല്ലാഹുവേ, ഈ റമദാൻ ഞങ്ങളുടെ മോചനത്തിന്റെ കാരണമാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.